നമസ്കാരം. ജനം ടിവിയും ഡൽഹി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പാഞ്ചജന്യം ഭാരതവും ചേർന്ന് അവതരിപ്പിക്കുന്ന ശ്രീരാമസാഗരത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. അയോധ്യ യുവരാജാവിന്റെ അഭിഷേക ചടങ്ങുകൾ കാണാനായി കാത്തിരിക്കുന്നു. മര്യാദാ പുരുഷോത്തമനായ സകല സൽഗുണങ്ങളുടെയും പ്രതിരൂപമായ ശ്രീരാമചന്ദ്രൻ അയോധ്യയുടെ രാജാവാകുന്നതിലും അപ്പുറം മറ്റൊരു സന്തോഷമുണ്ടോ അയോധ്യാവാസികൾക്ക്? ശ്രീമദ് അധ്യാത്മ രാമായണത്തിൽ ഇന്നത്തെ പാരായണ ഭാഗം അയോധ്യാകാന്ഡം ശ്രീരാമ പട്ടാഭിഷേകം. പാരായണം ചെയ്യുന്നത് പത്മശ്രീ ഓമനക്കുട്ടി ടീച്ചർ. എങ്കിലോ രാജ ദശരഥനേകഥാ സങ്കലിതാനന്ദമാം മാറിയിരിക്കുമ്പോൾ പങ്കജസംഭവപുത്രൻ വസിഷ്ഠനാം തൻ കുലാചാര്യനെ വന്ദിച്ചു ചൊല്ലിനാൻ. വൃദ്ധനായി വന്നിതു ഞാനുമൊട്ടാകയാൽ പുത്രരിൽ ജ്യേഷ്ഠനാം രാമകുമാരനെ പൃഥ്വീ പരിപാലനാർത്ഥം അഭിഷേകം എത്രയും വൈകാതെ ചെയ്യണമെന്നു ഞാൻ കൽപ്പിച്ചതിപ്പൊഴുതങ്ങനെയെങ്കിൽ അതുൾപ്പൂവിലോർത്തു നിയോഗിക്കുകയും വേണം. വന്നു മുഹൂർത്തമടുത്ത ദിനം തന്നെ പുണ്യമതീവ പുഷ്യം നല്ല നക്ഷത്രം. എന്നാലവർ വരുവാൻ പാർക്കയിൽ ഇനി ഒന്നുകൊണ്ടുമതു നിർണയം മനസ്സേ. എന്നാലതിനു വേണ്ടുന്ന സംഭാരങ്ങൾ ഇന്നു തന്നെ വ്രത സംഭരിച്ചിടണം. രാമനോടും നിന്തിരുവടി വൈകാതെ സാമോദമിപ്പൊഴി ചെന്നറിയിക്കണം. എല്ലാം വസിഷ്ഠൻ അരുൾ ചെയ്യും വണ്ണം കല്യാണമുൾക്കൊണ്ടൊരുക്കി കൊടുക്ക നീ. നാളെ വേണം അഭിഷേകമിളമയായി നാളീക നേത്രനാം രാമനു നിർണയം. രാമനു നിർണയം. രാജാ ദശരഥൻ ചൊന്നതു കാരണം രാജീവനേത്ര വന്നേനിവിടേക്കു ഞാൻ. ഉണ്ടഭിഷേകം അടുത്ത നാളെന്നതു കണ്ടു ചൊൽവാനായുഴറി വന്നേനഹം. വൈദേഹിയോടും ഉപവാസവും ചെയ്തു മേദിനി തന്നിൽ ശയനവും ചെയ്യണം. രാജീവ സംഭവൻ അനന്തനൻ തന്നോടു രാജീവ സംഭവ നന്ദനൻ തന്നോടു രാജാ ദശരഥനാനന്ദപൂർവകം രാജീവനേത്രാഭിഷേക വൃത്താന്തങ്ങൾ പൂജാവിധാനേന ചൊന്നതു കേൾക്കയാൽ കൗസല്യയോടും സുമിത്രയോടും ചെന്നു കൗതുകമോടറിയിച്ചാനൊരു പുമാൻ. സമ്മോദമുൾക്കൊണ്ടതു കേട്ട നേരത്തു നിർമ്മലമായൊരു മാല്യവും നൽകിനാൾ. രാമായണം ഒരു ഇതിഹാസ കാവ്യം മാത്രമല്ല, സർഗാത്മകതയുടെ മഹത്തായ ഉദാഹരണവുമാണ്. വാൽമീകി പ്രകൃതിയെയും
മനുഷ്യവികാരങ്ങളെയും ധർമ്മസങ്കല്പങ്ങളെയും സമന്വയിപ്പിച്ച് ഹൃദയസ്പർശിയായ കാവ്യസൃഷ്ടിയാണ് രാമായണത്തിലൂടെ അവതരിപ്പിച്ചിരിക്കുന്നത്. രാമൻ, സീത, ലക്ഷ്മണൻ, ഹനുമാൻ തുടങ്ങിയ കഥാപാത്രങ്ങളുടെ വ്യക്തിത്വവും സംഭാഷണങ്ങളും പ്രകൃതി വർണ്ണനകളും സംഭവ വികാസങ്ങളും രാമായണത്തിന് അനശ്വരമായ കലാമൂല്യം നൽകുന്നു. മലയാള ഭാഷയുടെ പിതാവായ തുഞ്ചത്തെഴുത്തച്ഛനും നമ്മുടെ മഹാകവികളുമൊക്കെ രാമായണത്തെ നമുക്ക് ഏറെ ആസ്വാദ്യകരമാക്കി തന്നു. ശ്രീരാമസാഗരത്തിൽ അടുത്തത് രാമാമൃതം. സർഗാത്മകതയും രാമായണവും. പ്രശസ്ത സാഹിത്യകാരനായ ഡോക്ടർ PG ഹരിദാസിന്റെ വാക്കുകളിലേക്ക്. നമസ്കാരം. രാമായണം നമ്മുടെ ആദ്യ കാവ്യമാണല്ലോ. അത് ഒരു അനശ്വര കാവ്യമാണ്, അത്ഭുത കാവ്യവുമാണ്. ഭാരതത്തിൽ വളരെയധികം സ്വാധീനം ചെലുത്തിയ ഈ ഗ്രന്ഥം ലോകത്തിലെ അനേകം രാജ്യങ്ങളിലെ ജനങ്ങളുടെ മനസ്സിൽ മായാത്ത മുദ്ര പതിപ്പിച്ച ഒരു രചനയാണ്. ഇതെങ്ങനെയാണ് നമ്മുടെ മലയാളത്തിലെ സാഹിത്യത്തെ സ്വാധീനിച്ചത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. മലയാള സാഹിത്യത്തെയും ഭാഷയെയും സർഗാത്മക ചിന്തകളെയും ശക്തമായി സ്വാധീനിച്ച ഒരു കൃതി എന്ന നിലയ്ക്കാണ് നാം രാമായണത്തെ കാണുന്നത്. രാമായണ രചന, രാമകഥയുടെ രചന യഥാർത്ഥത്തിൽ മലയാളത്തിൽ ആരംഭിക്കുന്നത് ചീരാമ കവി മുതലാണ്. ചീരാമ കവി ആരാണ് എന്ന് പോലും നമുക്കറിയില്ല. ചീരാമചരിതം എന്നാണ് ആ കഥയുടെ പേര്. പടപ്പാട്ടായിരുന്നു അത്. വീരഗാഥകൾ രചിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ യോദ്ധാക്കളുടെ യുദ്ധനൈപുണ്യം വിവരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഗാഥകൾ രചിക്കുക പതിവായിരുന്നു. അത്തരത്തിലുള്ള ഒരു പടപ്പാട്ടായിരുന്നു ചീരാമ കഥ. ശ്രീരാമൻ്റെ യുദ്ധനൈപുണ്യം വിവരിക്കുന്ന കഥയായിരുന്നു അത്. അതിനുശേഷം വന്ന രാമകഥാപാട്ട് കോവളത്തുള്ള അയ്യമ്പിള്ളി ആശാൻ രചിച്ചതാണ്. രാമകഥാപാട്ട് ഒരുപാട് തലമുറകൾ പാരായണം ചെയ്ത രാമകഥയാണ്. കണ്ണശൻ കവികൾ അല്ലെങ്കിൽ നിരണം കവികൾ പിന്നീട് രാമായണ രചന നടത്തി. അവരുടെ കണ്ണശ രാമപ്പണിക്കർ ആണ് പ്രധാനമായും അന്നത്തെ കവിയായിരുന്നത്. യഥാർത്ഥത്തിൽ മലയാളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ രാമകഥ അല്ലെങ്കിൽ രാമകാവ്യം രചിച്ചത് കണ്ണശ പണിക്കരാണ്. അതിനുശേഷമാണ് നമുക്ക് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ എന്ന ആചാര്യൻ്റെ ഏറ്റവും ഉദാത്തമായ അധ്യാത്മ രാമായണം ലഭിക്കുന്നത്. മലയാളത്തെ പൂർണ്ണമായിട്ട് ശുദ്ധീകരിച്ചുകൊണ്ട് സമൂഹത്തിൻ്റെ ഒരുപാട് പ്രശ്നങ്ങളെ പരിഹരിക്കുന്ന തരത്തിൽ ഒരു ഔഷധമായിട്ടാണ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ നമ്മുടെ മുമ്പിലേക്ക് രാമായണം സമർപ്പിക്കുന്നത്. ഔഷധമായാണ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ നമുക്ക് രാമായണം തന്നത്. ഈ രാമായണത്തിലൂടെ ഒരാത്മീയ യാത്ര നടത്തിയ കേരളത്തിലെ ജനങ്ങൾക്ക് വലിയ മാനസികമായ മാറ്റവും സർഗാത്മകമായ മാറ്റവുമാണ് ഉണ്ടായത്. തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ്റെ രാമായണത്തിൻ്റെ സ്വാധീനം മലയാളത്തിലെ സാഹിത്യ രചനകളിലൊക്കെ പിന്നീട് പ്രതിഫലിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പ്രാചീന കവിത്രയങ്ങളും ആധുനിക കവിത്രയങ്ങളും ആധുനിക കാലഘട്ടത്തിലെ മറ്റ് കവികളും എഴുത്തുകാരും എല്ലാം ഈ രാമകഥയിൽ സ്വാധീനിക്കപ്പെടുന്നതായിട്ട് അവരുടെ ഓരോ രചനകളും പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ നമ്മുടെ ഇടയിൽ ജീവിക്കുന്ന അനേകം കവികളുടെ രചനകൾ, മധുസൂദന സാറിൻ്റെയും മറ്റും കവിതകൾ, എത്രയോ കവിതകളാണ്
രാമൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കൂടാതെ നാടകത്തിൻ്റെ മേഖലയിൽ ശ്രീകണ്ഠൻ നായരുടെ വളരെ പ്രസിദ്ധമായ സാകേതം, കാഞ്ചനസീത മുതലായ നാടകങ്ങളെല്ലാം രാമായണത്തിൻ്റെ സ്വാധീനം കൊണ്ട് രചിക്കപ്പെട്ടവയാണ്. അതുമാത്രമല്ല, അനേകം പഠനങ്ങൾ രാമായണവുമായി ബന്ധപ്പെട്ട് മലയാളത്തിലുണ്ടായിട്ടുണ്ട്. അതിൽ കുട്ടിക്കൃഷ്ണമാരാർ മുതൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഡോക്ടർ എം ലീലാവതി വരെ എത്രയോ അഗാധമായ പഠനങ്ങളാണ് രാമായണത്തെക്കുറിച്ച് നടത്തിയിട്ടുള്ളത് എന്നുള്ളത് അത്ഭുതകരമായ കാര്യമാണ്. ഡോക്ടർ ലീലാവതിയുടെ വാൽമീകി രാമായണത്തിൻ്റെ വ്യാഖ്യാനവും പഠനവും ഇന്നും നമുക്ക് രാമായണത്തെക്കുറിച്ച് അറിയുവാനും പഠിക്കുവാനും ഗവേഷണം നടത്തുവാനും ഉതകുന്ന തരത്തിൽ ഒരു വളരെ ഗാഢമായ ഒരു അന്വേഷണമായി നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. ഇത്തരത്തിൽ നമ്മുടെ ഭാഷയെയും സാഹിത്യത്തെയും സർഗാത്മക രചനകളെയും ആഴത്തിൽ സ്വാധീനിച്ച രാമായണം നമ്മുടെ സംസ്കാരത്തിൻ്റെ നാഴികക്കല്ലാണ് എന്ന് പറയാം. നമസ്കാരം. ശ്രീരാമസാഗരത്തിൽ അടുത്തതായി ഒരു സോപാന സംഗീതമാണ് ആലപിക്കുന്നത് കാവാലം വിനോദ്, ഇടയ്ക്ക കൃഷ്ണദാസ് ബാലുശ്ശേരി. കാണാം രാമാനന്ദം. നന്നു വീടച്ചി നന്നു വീടച്ചി രാമ പതാഹി രാമ നന്നു വീടച്ചി രാമ രാമ പതാഹി രാമ രാമയ്യ ബദല ഇന്നു ഭക്തി അരനിമിഷമോ ഇന്നു ഭക്തി അരനിമിഷമോ നോ വീടച്ചി രാമ രാമ പതാഹി രാമ രാമയ്യ ബദല ജഗൽക്കു ബദലു
സാസമുലു മുനുകി സത്മോലു ഭക്തി അണിമു രമോ രമണ അണിമു രമോ രാമ രാമ അയോധ്യയിൽ ശ്രീരാമ പട്ടാഭിഷേകത്തിനുള്ള ഒരുക്കങ്ങൾ വസിഷ്ഠ മഹർഷിയുടെ നേതൃത്വത്തിൽ തുടങ്ങി. രാമനും സീതയും ചടങ്ങിനായി തയ്യാറെടുക്കുന്നു. നാടും നഗരവും അലങ്കാരങ്ങളാൽ നിറയുന്നു. ജനങ്ങൾ ആനന്ദ നൃത്തമാടുന്നു. പക്ഷേ അന്തഃപുരത്തിൽ പ്രശ്നങ്ങൾ ഉടലെടുക്കുകയാണ്. അയോധ്യയിൽ ഇനി എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? വീണ്ടും നാളെ കാണാം. നന്ദി, നമസ്കാരം.